ഷിരൂരിൽ ഗംഗാവലി നദിയിൽ അകപ്പെട്ടു മരിച്ച അർജുനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്ന ലോറി ഉടമ മനാഫ് കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ തന്റെ കുടുംബത്തിൽ ഭിന്നതയില്ലെന്നും സഹോദരൻ മുബീനൊപ്പം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മനാഫ് പറഞ്ഞു. അതേസമയം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ ഇന്ന് പരാതി നൽകി. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്താനാണ് കുടുംബത്തോടൊപ്പം വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന മുഖവുരയോടെയാണ് മനാഫ് തുടങ്ങിയത്. ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല, PR വർക്കില്ല, തന്റെ സ്വഭാവം ഇങ്ങനെയാണ്, വൈകാരികമായി തോന്നിയെങ്കിൽ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു. ലോറിക്ക് അർജുന്റെ പേരിടുന്നില്ല, 1 രൂപ പോലും പണപ്പിരിവ് നടത്തിയിട്ടില്ല. മുക്കത്തെ പരിപാടിയിൽ സംഘാടകർ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ മകന് നൽകാനാണ് ആഗ്രഹിച്ചത്. അത് കുടുംബത്തെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ്. ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കണമെന്നും മനാഫ്. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ്. വാഹനത്തിന്റെ RC ഓണർ താനാണെന്ന് പറഞ്ഞ മുബീൻ കുടുംബം ഒറ്റക്കെട്ടാണെന്നും വ്യക്തമാക്കി. ഈ വാഹനത്തിന്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർക്ക് വാർത്താ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി കൂടിയാണ് YouTube ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറഞ്ഞു. കുടുംബത്തിന് വിഷമമായെന്നറിഞ്ഞപ്പോൾ അർജുന്റെ ഫോട്ടോ മാറ്റിയെന്നും വ്യക്തമാക്കി. അതേസമയം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതി മെഡിക്കൽ കോളേജ് ACP അന്വേഷിക്കും. സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. 24 കോഴിക്കോട്.